പിതാവിനും പുത്രനും പരിശുദ്ധനും സ്തുതി. നമ്മുടെ മേലത്തിൻ്റെ കരുണയും മനോണും എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമീൻ. പ്രിയപ്പെട്ട ശാലോം പ്രേക്ഷകരെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 14 മുതലുള്ള തിരുവചനങ്ങൾ. സംവത്സരത്തിൽ 3 പ്രാവശ്യം എനിക്ക് ഉത്സവം ആചരിക്കണം. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ ഉത്സവം ആചരിക്കണം. ഞാൻ നിന്നോട് കൽപ്പിച്ചതുപോലെ ആബീബ് മാസത്തിൽ നിശ്ചയിച്ച സമയത്ത് 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നുക. അന്നല്ലോ നീ മിസ്രയീമിൽ നിന്ന് പുറപ്പെട്ടു പോകുന്നത്. എന്നാൽ വെറും കൈയോടെ നിങ്ങൾ എൻ്റെ മുമ്പാകെ വരരുത്. വയലിൽ വിതച്ച വിതയുടെ ആദ്യ ഫലമെടുക്കുന്ന കൊയ്ത്ത് പെരുന്നാളും ആണ്ടൃതിയിൽ വയലിൽ നിന്ന് നിൻ്റെ വേലയുടെ ഫലം കൂട്ടിത്തീരുമ്പോൾ കായ്ക്കനി പെരുന്നാളും ആചരിക്കണം. സംവത്സരത്തിൽ 3 പ്രാവശ്യം നിൻ്റെ ആണുങ്ങൾ എല്ലാം കർത്താവായ യഹോവയുടെ മുമ്പാകെ വരേണം. പുറപ്പാട് പുസ്തകം 23-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. യഹൂദന്മാരുടെ ഇടയിൽ പ്രധാനമായി 3 പെരുന്നാളുകൾ അവർ ആചരിച്ചു വന്നു. പെസഹ പെരുന്നാൾ, പെന്തിക്കോസ്തി പെരുന്നാൾ, കൂടാര പെരുന്നാൾ. ഈ 3 പെരുന്നാളുകൾ യഹൂദന്മാർ വളരെ ആഘോഷത്തോടെ കൊണ്ടാടി വന്നിരുന്നു. അതിൻ്റെ ഒരു പശ്ചാത്തലം, ഏകദേശം ഒരു രൂപം ഇവിടെ നാം വായിച്ചു കേട്ടു. പൊതുവെ പറഞ്ഞാൽ പ്രധാനമായിട്ടും വിളവെടുപ്പിൻ്റെ പെരുന്നാളുകളായിരുന്നു ഈ 3 പെരുന്നാളുകളും അവർ ആഘോഷിച്ചു വന്നത്. ബാർലി കൊയ്ത്തിൻ്റെ കാലമാണ് പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത്. അപ്പോൾ പെസഹ പെരുന്നാൾ ബാർലി കൊയ്ത്തിൻ്റെ ഒരു ഉത്സവമായിരുന്നുവെങ്കിൽ തുടർന്ന് 50 ദിവസം കഴിയുമ്പോഴാണ് ഗോതമ്പ് കൊയ്ത്ത്. അതുകൊണ്ട് തന്നെയാണ് പെന്തിക്കോസ്തി പെരുന്നാളിനെ 50-ാം പെരുന്നാൾ എന്ന് പറയുന്നത്. ഇന്നത്തെ പശ്ചാത്തലം അല്ല ഞാൻ പറഞ്ഞത്, യഹൂദ പാരമ്പര്യമാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ പെസഹ പെരുന്നാൾ ബാർലി കൊയ്ത്തിൻ്റെ ഉത്സവമായിരുന്നുവെങ്കിൽ പെന്തിക്കോസ്തി പെരുന്നാൾ ഗോതമ്പ് കൊയ്ത്തിൻ്റെ ഉത്സവമായിരുന്നു. 50-ാം പെരുന്നാൾ എന്ന് പറയുമ്പോൾ അതിനും ഒരു ആത്മീയ പശ്ചാത്തലമുണ്ട്. ദൈവം 7 ദിവസം കൊണ്ട് സൃഷ്ടികർമ്മം നിർവഹിച്ച 7-ാം ദിവസം ശാബത്ത് ആചരിക്കുകയാണ്. അങ്ങനെ 7 ശാബത്തുകൾ കൂടുന്ന 7 49 ദിവസം കഴിഞ്ഞ 50-ാം ദിവസമാണ് ജൂബിലി ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ 7 ശാബത്തുകൾ കൂടുന്ന വാരോത്സവമായിട്ടും ഈ പെന്തിക്കോസ്തി പെരുന്നാൾ ആഘോഷിച്ചു വന്നു. അതുപോലെ തന്നെ കൂടാര പെരുന്നാൾ മുന്തിരിയുടെ വിളവെടുപ്പിൻ്റെ ആഘോഷമായിരുന്നു. ബാർലിയും ഗോതമ്പും മുന്തിരിയും എല്ലാം വിളവെടുപ്പ് നടത്തുന്നതായ ആ സമയമാണ് അവർ ഈ 3 പെരുന്നാളുകൾ ആഘോഷിച്ചു വന്നത്. പുതിയ നിയമ പശ്ചാത്തലത്തിൽ കൂടാര പെരുന്നാൾ നമുക്കറിയാം. മത്തായി സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ളതായ തിരുവചന ഭാഗത്ത് പുതിയ നിയമ പശ്ചാത്തലം അവിടെ വിവരിക്കുന്നുണ്ട്. കർത്താവ് തൻ്റെ അരുമ ശിഷ്യന്മാരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരൊന്നിച്ച് താബോർ മലയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. കർത്താവിൻ്റെ ജീവിതത്തിൽ ഉടനീളം ഈ വ്യക്തിപരമായ പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയുമൊക്കെ വളരെ ചിട്ടയായിട്ട്
നടത്തി വന്നത് നമുക്കറിയാം. കർത്താവ് തന്നെ ശിഷ്യന്മാരെ കർത്തൃപ്രാർത്ഥന പഠിപ്പിക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം തിരുവചനത്തിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. കർത്താവ് ചെയ്യുന്ന ഓരോ അത്ഭുത പ്രവൃത്തികളും എങ്ങനെയാണ് എന്നുള്ളത് അവർ സൂക്ഷ്മമായിട്ട് പഠിക്കുകയായിരുന്നു ശിഷ്യന്മാർ. അപ്പോൾ അവർക്ക് മനസ്സിലായി കർത്താവ് വ്യക്തിപരമായ പ്രാർത്ഥനയിലൂടെയാണ് ശക്തി ആർജിക്കുന്നതും അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നതും എന്ന് കണ്ടെത്തുവാനായിട്ട് അവർക്ക് സാധിച്ചു. അതുകൊണ്ട് ശിഷ്യന്മാർ കർത്താവിൻ്റെ അടുക്കൽ വന്ന് ആവശ്യപ്പെടുന്നുണ്ട്, കർത്താവേ, പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന്. നമ്മളാണെങ്കിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിക്കുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്നായിരിക്കും നമ്മൾ ആവശ്യപ്പെടുക. എന്നാൽ പ്രാർത്ഥനയിലൂടെയാണ് കർത്താവ് ശക്തി ആർജിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാർ പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ആവശ്യപ്പെടുമ്പോഴാണ് കർത്താവ് കർത്തൃപ്രാർത്ഥന ശിഷ്യന്മാരെ പഠിപ്പിക്കുവാനായിട്ട് തയ്യാറാകുന്നത്. അതുപോലെ തന്നെ ഈ പത്രോസും യാക്കോബും യോഹന്നാനും 3 അരുമ ശിഷ്യന്മാർ കർത്താവിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരായിരുന്നു എന്ന് ഞാൻ പറയും. ഗെത്സമനെ തോട്ടത്തിൽ കർത്താവ് ദൂരെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ 3 ശിഷ്യന്മാർ കർത്താവിന് വേണ്ടി മധ്യസ്ഥത യാചിക്കുവാനായിട്ട് നിയോഗിക്കപ്പെടുന്നു. കണ്ടതെന്താ? ശിഷ്യന്മാർ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നിയോഗിച്ചതായ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് നിയോഗിച്ചതായ ശിഷ്യന്മാർ ഉറങ്ങുകയാണ്. അപ്പോഴാ ഹൃദയവേദനയോടെ കർത്താവ് ചോദിക്കുന്നുണ്ട്, 1 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കില്ലേ എന്ന്. പ്രിയമുള്ളവരെ, വ്യക്തിപരമായ പ്രാർത്ഥനയും മധ്യസ്ഥ പ്രാർത്ഥനയും എല്ലാം കർത്താവിന് പോലും ആവശ്യമായിരുന്നുവെങ്കിൽ നമുക്ക് എത്രയോ അധികമായിട്ട് ലഭിക്കേണ്ട അനുഭവങ്ങളാണ്. അങ്ങനെ താബോർ മലയിൽ കർത്താവ് തൻ്റെ അരുമശിഷ്യന്മാർ ഈ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഈ 3 പേര് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് കർത്താവിൻ്റെ മുഖം പ്രകാശിക്കുന്നതായിട്ട് ശിഷ്യന്മാർ കാണുകയാണ്. തന്നെയല്ല, മൺമറഞ്ഞ പിതാക്കന്മാരായ മോശയും ഏലിയാവുമായിട്ട് അവൻ സംവദിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഈ അരുമ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അത്ഭുതകരമായ ഒരു അനുഭവമായിരുന്നു. ഈ സന്തോഷകരമായ ഈ അനുഭവം അത് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് പത്രോസ് പുത്രനോട്, യേശുവിനോട് ആവശ്യപ്പെടുന്നത്, കർത്താവേ, നമുക്കിവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. 1 നിനക്കും, 1 മോശയ്ക്കും, 1 ഏലിയാവിനും. പ്രിയമുള്ളവരെ, പത്രോസ് തൻ്റെ ഈ അനുഭവം യേശുവിനോട് പങ്കുവയ്ക്കുവാനായിട്ട് ഇടയായത് അവിടെ ആ തേജസ്കരണത്തിൻ്റെ അനുഭവം ആയിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുഖഭാവം മാറുന്നതായിട്ട് ശിഷ്യന്മാർ ശ്രദ്ധിക്കുന്നു. അവൻ്റെ മുഖവും അവൻ്റെ വസ്ത്രവും പ്രകാശമാനമായി തീരുന്നു. വാസ്തവത്തിൽ ഓരോ പ്രാർത്ഥനയുടെ രംഗങ്ങളിലും ഈ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടവരാണ് നമ്മൾ. പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിലൂടെ, ആരാധനയിൽ പങ്കെടുക്കുന്നതിലൂടെ നമ്മുടെ മുഖഭാവം മാറാറുണ്ടോ? നമ്മുടെ മുഖത്ത് ദൈവിക തേജസ് പ്രകടമാകാറുണ്ടോ? വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്.
അടുത്ത കാലത്ത് ധ്യാനത്തിന് വന്ന ഒരു കുടുംബത്തിൽ ആ കുഞ്ഞിൻ്റെ ഒരു പ്രത്യേക വിഷയവുമായിട്ടാണ് ഷെയർ ചെയ്യുവാനായിട്ട് അവർ ധ്യാനത്തിലേക്ക് കടന്നു വന്നത്. ഈ കുഞ്ഞ് ധ്യാനം കഴിഞ്ഞ് മടങ്ങിപ്പോയി. ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും ഇവിടെ ആരാധനയ്ക്കായിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് ആ കുഞ്ഞിനോട് ചോദിച്ചു, നിന്റെ മുഖം നല്ല പ്രകാശമാനമായിരിക്കുന്നല്ലോ എന്ന്. അപ്പോൾ ആ അമ്മ പങ്കുവയ്ക്കുകയായിരുന്നു, അച്ഛാ, ആ കുഞ്ഞിൻ്റെ പ്രതിസന്ധി മാറിക്കിട്ടി. അച്ഛൻ ചോദിച്ചതുപോലെ പലരും ഞങ്ങളോട് ചോദിക്കുവാനായിട്ട് ഇടയായി. ആ കുഞ്ഞിൻ്റെ മുഖം പ്രകാശമാനമായി മാറി എന്നുള്ളൊരു വാസ്തവമാണ് എന്ന്. പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ നമ്മുടെ മുഖം തേജസ്വൽക്കരിക്കപ്പെടണം. നമ്മുടെ വസ്ത്രങ്ങൾ പോലും വെണ്മയുള്ളതായി തീരണം. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നാം ആരും അതിനുവേണ്ടി മെനക്കെടാറില്ല എന്നുള്ളൊരു വാസ്തവമാണ്. ആത്മാർത്ഥമായി ദൈവസന്നിധിയിൽ ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോൾ ദൈവിക പ്രകാശം നമ്മളിലേക്ക് സ്ഫുരിക്കും. നമുക്കറിയാം, പ്രകാശം ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദൈവം തന്നെ സൃഷ്ടികർമ്മം നിർവഹിച്ചപ്പോൾ ആദ്യമായിട്ട് പ്രകാശമാണ് സൃഷ്ടിക്കുന്നത്. 4-ാം ദിവസമാണ് സൂര്യനെ സൃഷ്ടിക്കുന്നത്. പലപ്പോഴും നമ്മുടെയൊക്കെ ധാരണ സൂര്യനാണ് നമുക്ക് പ്രകാശം തരുന്നതെന്നാണ്. എന്നാൽ ഒരു കാര്യം വാസ്തവമാണ്, ദൈവത്തിൻ്റെ പ്രകാശം സൂര്യനിലേക്ക് തട്ടി സൂര്യനിൽ നിന്ന് പ്രതിഫലിക്കുന്നതായ പ്രകാശമാണ് വസ്തുക്കളിലേക്ക് തട്ടി നമ്മളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് കാഴ്ചശക്തി ലഭിക്കുന്നത്. നമുക്ക് കണ്ണുള്ളത് കൊണ്ടാണ് കാണാൻ സാധിക്കുന്നതെന്നാണ് പലപ്പോഴും നമ്മുടെ ചിന്ത. എന്നാൽ പ്രകാശമുള്ളത് കൊണ്ടാണ് കാണുവാനായിട്ട് സാധിക്കുക എന്നുള്ളൊരു വാസ്തവമാണ്. അന്ധകാരത്തിൽ നമുക്ക് കാഴ്ചയില്ലല്ലോ പ്രിയമുള്ളവരെ. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മകുടമാണ് പ്രകാശം എന്ന് പറയുന്നത് എങ്കിൽ ഈ ദൈവം പ്രകാശം തന്നെയാണെന്ന് തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ പ്രകാശം പുത്രൻ തമ്പുരാനിൽ ശിഷ്യന്മാർ ദർശിച്ചപ്പോൾ വാസ്തവത്തിൽ ആ ദൈവാനുഭവമാണ് അവർ അവിടെ പങ്കുവയ്ക്കുവാനായിട്ട് ഇടയാകുന്നത്. അപ്പോൾ ഈ താബോർ അനുഭവത്തിലെ ഒന്നാമത്തെ അനുഭവം എന്ന് പറയുന്നത് ദൈവപ്രകാശം കൊണ്ട് പൂരിതമായ അല്ലെങ്കിൽ ദൈവാനുഭവത്തിൽ നിറഞ്ഞതായ ഒരു അന്തരീക്ഷം. യേശു തമ്പുരാനെ പിതാവാൻ ദൈവം ഇവനെൻ്റെ പ്രിയപുത്രൻ എന്ന് പരിചയപ്പെടുത്തുകയാണ്. യേശു ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളത് അസന്നിഗ്ധമായിട്ട് ദൈവം വെളിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് താബോർ അനുഭവത്തിൽ നമ്മൾ കാണുന്നത്. നമുക്കറിയാം, ഇവിടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ സാന്നിധ്യം വ്യക്തമായി ദർശിക്കുന്ന ചുരുക്കം ചില സന്ദർഭങ്ങളിൽ ഒന്നാണിത്. പഴയ നിയമ പശ്ചാത്തലത്തിൽ ഏകദൈവ വിശ്വാസമായിരുന്നു പ്രബലമായിരുന്നത്. എന്നാൽ ഞാൻ പറയും, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം ആദ്യ ഭാഗത്ത് തന്നെ ഈ തൃത്വത്തിൻ്റെ
വെളിപ്പെടുത്തൽ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. സൃഷ്ടികർമ്മം നിർവഹിക്കുമ്പോൾ മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് ദൈവം പറയുന്നുണ്ട്, നമുക്ക് നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവിടെ നമുക്ക് എന്ന സംബോധനയിൽ വിവിധങ്ങളായ ആളത്വങ്ങളുണ്ട് എന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ സൃഷ്ടികർമ്മം നടത്തുമ്പോൾ ഉണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിക്കുന്നു. ഈ ഉണ്ടാകട്ടെ എന്നുള്ളതായ കൽപ്പന പിതാവാം ദൈവത്തിൻ്റെതാണെങ്കിൽ ഉണ്ടായി എന്നുള്ളതായ പ്രവർത്തിക്കുന്നവൻ കർത്താവാണ്. പുത്രൻ തമ്പുരാന്റെ സാന്നിധ്യമാണ് അവിടെ വെളിപ്പെടുത്തുന്നത്. നല്ലതെന്ന് കണ്ടു ആ വിലയിരുത്തൽ അത് പരിശുദ്ധാത്മാവിൻ്റെ അനുഭവമാണ്. നന്മ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളതാണ്. അപ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധ റൂഹ ഈ 3 ആളത്വങ്ങളെ ഉൽപ്പത്തി 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട് എങ്കിൽ തിരുവചനം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ഒരു സത്യമാണ് അത്. 3-4 നൂറ്റാണ്ടുകളിലാണ് നമ്മുടെ പിതാക്കന്മാർക്ക് വെളിപ്പെട്ടത്. അങ്ങനെയാണ് 325 തൃത്വവിശ്വാസത്തിൻ്റെ പ്രമാണം നമുക്ക് ലഭിച്ചത് തന്നെ. നിക്കാ സിനോദോസിൽ ഇഗ്നാത്തിയോസ്, ബെസേലിയോസ്, ഗ്രിഗോറിയോസ് എന്നീ പിതാക്കന്മാർ കണ്ടെത്തിയ ഈ തൃത്വ വിശ്വാസം നിക്കാ സിനോദോസിൽ അതൊരു പ്രമാണമായിട്ട് പിതാക്കന്മാർ നമുക്ക് നൽകുകയായിരുന്നു. പ്രിയമുള്ളവരെ, ആ പിതാക്കന്മാരെയാണ് ഇന്ന് പൊതുപിതാക്കന്മാരായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത് തന്നെ. ഇഗ്നാത്തിയോസ് പത്രികസന്മാർ സ്വീകരിക്കുന്ന സ്ഥാനനാമമാണെങ്കിൽ ബസേലിയോസ് കാതോലിക്ക ബാവമാർ സ്വീകരിക്കുന്നതായ സ്ഥാനനാമമാണ്. അതുപോലെ ഗ്രിഗോറിയോസ് 1-ാം തിബുതനിൽ ഓർക്കുന്നതായ ഈ 3 സ്ഥാനങ്ങളും യെരുശലേമിൻ്റെ പാത്രിക്കീസായിരുന്ന ഗ്രിഗോറിയോസിനെ നമ്മൾ അനുസ്മരിക്കുന്നു. അപ്പം നമ്മുടെ പൊതുപിതാക്കന്മാരായിട്ട് ഇന്ന് സഭ അവരെ അംഗീകരിച്ചു. നിത്യാവിശ്വാസം നമ്മെ പഠിച്ച 3 പിതാക്കന്മാരാണ്. എന്നാൽ പ്രിയമുള്ളവരെ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ 3 ആളത്വങ്ങളെ വ്യക്തമായി വെളിപ്പെടുന്ന ചുരുക്കം ചില സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, യോർദാൻ നദിയിൽ യോഹന്നാൻ സ്നാപകനാൽ മാമോദീസ ഏൽക്കുവാനായിട്ട് തയ്യാറാകുമ്പോൾ അവിടെ പുത്രൻ തമ്പുരാൻ യോഹന്നാൻ്റെ അടുക്കൽ മാമോദീസ സ്വീകരിക്കുവാനായിട്ട് തയ്യാറാകുന്നു. പുത്രൻ തമ്പുരാൻ്റെ സാന്നിധ്യം നമ്മളവിടെ കാണുന്നു. ഇവൻ എൻ്റെ പുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ളതായ പിതാവാം ദൈവത്തിൻ്റെ ശബ്ദം, പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ വെളിപ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നതായ അനുഭവം പരിശുദ്ധ തൃത്വത്തിൻ്റെ വെളിപ്പെടുത്തലാണ് അവിടെയെങ്കിൽ മറ്റൊരു സന്ദർഭമാണ് ഈ താബോർ അനുഭവം എന്ന് പറയുന്നത്. താബോറിൽ അതുപോലെ തന്നെ മാമോദീസായിൽ സംഭവിച്ച പോലെ തന്നെ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പുത്രൻ തമ്പുരാനെ പിതാവാം ദൈവം സാക്ഷ്യപ്പെടുത്തുകയാണ്. പത്രോസും യാക്കോബും യോഹന്നാനും ഒന്നിച്ച് പുത്രൻ തമ്പുരാന്റെ സാന്നിധ്യം അവിടെ ദർശിക്കുന്നു. ദൈവിക പ്രകാശം പരിശുദ്ധാത്മാവിൻ്റെ ഒരു വെളിപ്പെടുത്തലായിട്ട് നമുക്കവിടെയും കാണാം. അതുപോലെ തന്നെ മൺമറിഞ്ഞ പിതാക്കന്മാരായ മോശയും ഏലിയാവും അവിടെ വിശുദ്ധന്മാരുടെ ഒരു കൂട്ടായ്മയാണ് അവിടെ ദർശിക്കുന്നത്. ഇതിലൊന്നും അർത്ഥമില്ല എന്ന് ചിന്തിക്കുന്നതായ ആളുകളുണ്ട്. യേശു മൺമറിഞ്ഞ പിതാക്കന്മാര് മോശയും ഏലിയാവുമായിട്ട് അവിടെ സംവദിക്കുന്നുവെങ്കിൽ ആരാ മോശ? ഇസ്രായേൽ ജനത്തെ നയിച്ച പ്രവാചകനാണ്. ഈ മോശ മുഖാന്തരമാണ് ദൈവം തൻ്റെ കൽപ്പനകളെ സമൂഹത്തിന് നൽകിയത്. 10 കൽപ്പനകളെ ഈ മോശ മുഖാന്തരമാണ് മാനവകുലത്തിന് ദൈവം നൽകിയെങ്കിൽ കൽപ്പനകളുടെ വാക്താവാണ്, പ്രാതിനിധ്യമാണ് മോശയിൽ നമുക്കവിടെ
ദർശിക്കുവാനായിട്ട് സാധിക്കുക. കൽപ്പന എന്ന് പറഞ്ഞത് ദൈവം മോശെ മുഖാന്തരം കൊടുത്ത 10 കൽപ്പന, അത് ഏദൻ പ്രദേശത്തിൽ ദൈവം മനുഷ്യന് കൊടുത്തതായ അതേ കൽപ്പനയുടെ കുറെ കൂടെ എളുപ്പമുള്ളതായ ഒരു ആവിഷ്കരണമാണ്. 10 കൽപ്പനകളുടെ ആശയം എന്ന് പറയുന്നത് അത് രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ ദൈവ മനുഷ്യ ബന്ധം, മനുഷ്യ ബന്ധം ആണ് അവിടെ വെളിപ്പെടുത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നന്മതിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം, നന്മ ചെയ്യണം തിന്മ ചെയ്യരുത് എന്നുള്ളതായ ആ കൽപ്പന, ഇതാണ് ഈ 10 കൽപ്പനകളുടെ ആകത്തുക എന്ന് പറയുന്നത്. ഇന്ന് ലോകത്തെ നിയമങ്ങളും ഇതുതന്നെയാണ്. നന്മ ചെയ്യണം തിന്മ ചെയ്യരുത് എന്നുള്ളതാണ് ഏതൊരു നിയമത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നിയമങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എങ്കിൽ കൽപ്പനകൾ അത് ദൈവദത്തമാണ്. കൽപ്പനകളെ പാലിക്കുക എന്നുള്ളത് മനുഷ്യൻ്റെ അവകാശമാണ്. അതിനെ നിഷേധിക്കുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല തന്നെ. കൽപ്പനകളെ നിഷേധിക്കുന്നത് ദൈവനിഷേധമായിട്ട് കണ്ടെത്തുവാനായിട്ടും സാധിക്കണം. അതുകൊണ്ട് നിയമങ്ങളെ ഈ മോശയുടെ സാന്നിധ്യത്തിലൂടെ ഒരിക്കൽ കൂടെ ബോധ്യപ്പെടുത്തുന്നത് കൽപ്പനകളെ പാലിക്കുവാനുള്ളതായ ഒരു വിളിയാണ് എങ്കിൽ ഏലിയാവ് ജീവിച്ചിരിക്കുന്നവരുടെ ഒരു പ്രതിനിധിയാണ്. മരണം കാണാത്ത ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഒരു പ്രവാചകനാണ് ഏലിയാവ് എങ്കിൽ ഈ പൂർവ്വപിതാവായ ഏലിയാവ് ജീവിച്ചിരിക്കുന്നവരുടെ ഒരു പ്രാതിനിധ്യമാണ് അവിടെ വെളിപ്പെടുത്തുന്നത് എന്ന് നമ്മൾ കണ്ടെത്തണം. പ്രിയമുള്ളവരെ, ആരാധനയിൽ സംഭവിക്കുന്നത് ദൈവിക സാന്നിധ്യത്തോടൊപ്പം തന്നെ നമ്മുടെ മൺമറഞ്ഞ പിതാക്കന്മാരുടെയും അതുപോലെ ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവരുടെയും എല്ലാം ഒരു കൂട്ടായ്മയാണ് എന്ന് കണ്ടെത്തണം. നമ്മുടെ ഓരോ ആരാധന അനുഭവങ്ങളും ഓരോ താബോർ അനുഭവങ്ങളായിട്ട് മാറണം. ആരാധന അനുഭവങ്ങളിൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരുവാനും ആ ദിവ്യപ്രകാശം നമ്മിൽ പരിലസിക്കുവാനും അത് മറ്റുള്ളവരിലേക്ക് പകരുവാനും തക്കവണ്ണം സാധിക്കുമ്പോഴാണ് ആരാധന ഒരു ദിവ്യാനുഭവമായി പത്രോസ് ആഗ്രഹിച്ച പോലെ നമുക്കിവിടെ തന്നെ പാർക്കാം എന്നുള്ളതായ ഒരു സന്തോഷത്തിൻ്റെ ആവേശത്തിൻ്റെ അനുഭവമായി തീരുക. അതുകൊണ്ട് പ്രിയമുള്ളവരെയും നമ്മുടെ പ്രാർത്ഥനകളിൽ നമ്മുടെ ആരാധനകളിൽ ദൈവ സാന്നിധ്യം ഉറപ്പുവരുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ പ്രാർത്ഥനകളിലൂടെ നമ്മുടെ ആരാധനകളിലൂടെ മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെടുത്തുവാനായിട്ട് ഇടയാകണം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. പിതൃത്വ പരിശുദ്ധാത്മാവാൻ ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കേട്ട വചനങ്ങളിലൂടെ നീ ഞങ്ങൾക്ക് നൽകിയതായ ബോധ്യങ്ങളെ ഓർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളെ ആരാധനയിൽ നിന്റെ തേജസ് വെളിപ്പെടുവാൻ കൊണ്ട് നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരിലേക്ക് ഈ തേജസ് പകർന്നു കൊടുക്കുവാൻ കൊണ്ട് നീ ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കൃപകൾക്കായി സ്തോത്രം, അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം. മാതാവേ, ശുദ്ധിവാന്മാരെ ശുദ്ധികളെ പ്രാർത്ഥിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമീൻ.